ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 36-ാമത് വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്നെ ദോഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ദൈവത്തെ നിന്ദിക്കുന്ന, ദൈവത്തെ അപമാനിക്കുന്ന, ദൈവത്തിന്റെ വഴികളെ തള്ളിക്കളയുന്ന, നിത്യജീവന്റെ മൊഴികളെ നിരസിക്കുന്ന ഏതൊരു മനുഷ്യനും നടന്നു നീങ്ങുന്നത് മരണത്തിന്റെ താഴ്വരയിലേക്കാണ്, നിത്യ മരണത്തിലേക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതം താൽക്കാലികമാണെന്നും, പുല്ലുണങ്ങുന്നതുപോലെ, പൂ വാടിപ്പോകുന്നതുപോലെ, നിഴൽ മാറിപ്പോകുന്നതുപോലെ, ആവി പാറിപ്പോകുന്നതുപോലെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നാണ് മനുഷ്യജീവിതമെന്നും, മരണത്തിനപ്പുറത്തുള്ള നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരും ആ നിലകളിൽ നാം ജീവിക്കുന്നവരുമായി തീരണം എന്നിരിക്കെ, ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയുമൊക്കെ നിഷേധിച്ചുകൊണ്ട്, ദ്വേഷിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന നിരവധി വ്യക്തികൾ ഈ ഭൂമണ്ഡലത്തിലുണ്ടെന്നും, നിങ്ങൾ വളരെ ഗൗരവമായി നിത്യജീവനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷങ്ങൾ നാം വായിച്ചു വരുമ്പോൾ ഒരു ധനവാനെക്കുറിച്ചും ഒരു ലാസറിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ധനവാനായ മനുഷ്യനെ സംബന്ധിച്ച് സഹോദര സ്നേഹമുള്ളവൻ, അയൽ സ്നേഹമുള്ളവൻ, സാധുക്കളോട് കരുണ കാണിക്കുന്നവൻ, ദേവാലയം സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നവൻ, ഈ നിലകളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു. എങ്കിലും ദൈവത്തോടും ദൈവവചനത്തോടും കാണിക്കേണ്ട ആ കൂറ് അതിന്റെ നിലകളിൽ നിവർത്തിക്കാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൽഫലമായിട്ട് തന്റെ ജീവന് ശേഷം മരണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ താൻ നിത്യനരകത്തിലേക്കാണ് കടന്നുപോയത്. ആ മരണത്തിലേക്കുള്ള തന്റെ യാത്ര കണ്ടിട്ട് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ദരിദ്രനായ, വ്രണം നിറയപ്പെട്ട, ആരോരുമില്ലാത്ത ആ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ആ ധനവാനോട് പലയൊരു പറഞ്ഞതായ വാക്കുകളുണ്ട്. ദൈവവചനത്തെ നിഷേധിക്കരുതെന്നും ദൈവവചനത്തിലൂടെ മാത്രമേ മരണത്തെ ജയിപ്പാൻ കഴിയുള്ളെന്നും പറഞ്ഞെങ്കിലും ആ ദൈവവചന ഭാഗം വേണ്ടതുപോലെ സ്വീകരിപ്പാൻ താൻ മനസ്സ് കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. മരണത്തിന് ശേഷമായിട്ട് യാതനാസ്ഥലത്ത് കഷ്ടമനുഭവിക്കുമ്പോൾ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് അബ്രഹാമുമായി ഈ ധനവാനായ മനുഷ്യൻ സംഭാഷിക്കുന്നത് ദൈവവചനത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അബ്രഹാമിന്റെ അരികിലേക്ക് ഈ ധനവാനായ മനുഷ്യന്റെ ആത്മാവിന് എത്തിപ്പെടുവാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ മാനസാന്തരമായിരുന്നു അതിനാവശ്യമായിരുന്ന ഘടകമെന്നും, ദൈവത്തെയും ദൈവവചനത്തെയും ഉൾക്കൊള്ളുന്നതും അംഗീകരിക്കുന്നതുമാണ് നിത്യജീവനിലേക്ക് പോകേണ്ടതിന് ആവശ്യമായിരിക്കുന്ന ഘടകമെന്നും, അത് ലാസർ ജീവിച്ചിരുന്ന കാലത്ത് തന്നോട് പറഞ്ഞിരുന്നു എന്നും, ആ ദൈവവചനത്തെയും ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചതാണ് താൻ മരണത്തിലേക്ക് കടന്നുപോയതിന്റെ കാരണമെന്നും താൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനോട് പറയുന്നു, നിങ്ങൾ ലാസറിനെ എന്റെ സഹോദരന്മാരുടെ അരികിൽ അയക്കണം, അവരിവിടെ വരരുത് എന്നാവശ്യപ്പെടുന്നുണ്ട്. അവിടെ അബ്രഹാം ധനവാനായ മനുഷ്യനോട് സംസാരിക്കുന്നതായ വാക്കുകളൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ മുമ്പിൽ മരണവും ജീവനുമുണ്ടെന്നും, മരണത്തിലേക്കാണ് നിങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരണം. അതിന് ഏക വഴി യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാണെന്നും, യേശുക്രിസ്തുവിനെ ദ്വേഷിക്കുന്നവരായിട്ടല്ല, സ്വീകരിക്കുന്നവരായി നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങാം. മരണത്തെ നമുക്ക് ജയിക്കാം. അതിനെന്റെ കേൾവിക്കാരായി നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തെ ദ്വേഷിക്കുന്നവരായിട്ടും മരണത്തിലേക്ക് പോകുന്നവരായിട്ടും തീരാതെ ഞങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവരും നിത്യജീവനിലേക്ക് വരുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും അതിനായി ഒരുക്കണമേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.